ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ വന്നത് വെച്ചാലേ, നൈറ്റ് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുക്കർ ബിരിയാണി സിമ്പിളായിട്ട് പെട്ടെന്നാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടത് സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടാവേ. ഇഞ്ചി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മറ്റേ പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ചതച്ചിട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ റെഡിയാക്കി. തക്കാളി പേസ്റ്റാക്കിയത്, പിന്നെ ഇത് മല്ലിയിലയും പുതിനയും പേസ്റ്റാക്കിയത്, പിന്നെ ഇത് ഓനിയൻ പേസ്റ്റാക്കി, അതിന് കറാമ്പ് ഇട്ടുന്നതിൻ്റെ കൂടെ പേസ്റ്റാക്കുമ്പോൾ, പിന്നെ ക്യാപ്സിക്കം, കറിവേപ്പില, പിന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ ചൂടാക്കാം. കുക്കർ ചൂടാക്കാൻ വെച്ചിന്. ഇപ്പം ഞങ്ങൾക്കതിൽ ഓയിൽ, ഗീ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും, പക്ഷെ ഗീ ഇല്ല, ഗീ തീർന്നു പോയിന്. അപ്പം നമുക്ക് ഓയിൽ ആഡാക്കാം. ഓയിൽ കുറച്ച് മതി, ഒരുപാടാണെങ്കിലേ ഒരു ഓയിലായിട്ട്. എന്നിട്ട് അതിൽ നമുക്ക് പട്ടക്കരാമ്പില്ലേ, കരാമ്പ് പേസ്റ്റ് ഓൾറെഡി പേസ്റ്റിലിട്ടുന്നു, ഓനിയൻ പേസ്റ്റ് ആക്കുമ്പോൾ ഇത് പട്ട ഇടാം. ഞങ്ങൾ 4 പേരേ ഉള്ളൂ, അപ്പോൾ 4 പേർക്ക് കുറച്ചേ ആക്കുന്നുള്ളൂ. 1/2 kg ചിക്കനാണ്. ഒരു 3 പീസ് പട്ട. മറ്റേ ഫ്ലവർ ഇല്ലേ, ഇതെന്താ പറയുക എനിക്കറിഞ്ഞൂടാ, ഫ്ലവർ എന്തോ ആ സാധനം. ഇതെന്താണ് സാധനം അറിയില്ല കേട്ടോ, ഇതെന്തോ സാധനം. പട്ട ഇതുകൂടെ ഇരിക്കട്ടെ അവിടെ. ഇപ്പം അത് ചൂടായതും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിടാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇതാണ്. നമുക്കൊരു ഉള്ളിൻ്റെ പേസ്റ്റ് ഇടാം. ഉള്ളിയും കറാമ്പും ഒക്കെ പേസ്റ്റാക്കി. കുക്കിങ്ങൊന്നും അറിഞ്ഞൂടാ, പിന്നെ കുക്കർ ബിരിയാണി പെട്ടെന്നാവൂലെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പഠിച്ച് യൂട്യൂബ് നോക്കി പഠിച്ച് കുഴപ്പമില്ല ഉണ്ടാക്കും. ഇത് എന്താവുമെന്ന് അറിയില്ല. നന്നായിട്ട് വന്നാൽ വീഡിയോ ഇടും, അല്ലെങ്കിൽ വീഡിയോ ഇടില്ല കേട്ടോ. നോക്കട്ടെ, ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സാക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കഴിച്ചു, നല്ല സ്മെല്ലാണ് ഉള്ളി ഇട്ടപ്പോൾ. മൈക്കില്ല കേട്ടോ, അതുകൊണ്ട് സൗണ്ട് അത്ര ഇതായിട്ടുണ്ടാവില്ല. അപ്പം ഉള്ളി റെഡി ആയിന്. നമുക്കതിൽ തക്കാളിൻ്റെ പേസ്റ്റ് ഇടാം. ഇട്ടിട്ട് നന്നായി ഞങ്ങൾ മറ്റേ ബീറ്റ് ബുള്ളറ്റ് റൈസ് അതാണ് ഇടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ബീറ്റ് റൈസ്, ഇത് ബാസ്മതി റൈസ് ഇട്ടോളൂ, അതാണ് നല്ല ടേസ്റ്റ് ബിരിയാണിക്ക്. ഇതിപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ, കറിയൊന്നും ഉണ്ടാക്കണ്ട. നാളെ ശനിയാഴ്ചയാണ്, ഞങ്ങൾ ശനിയാഴ്ച നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് രാത്രിക്ക് മാത്രമായിട്ടേ കറി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അതുകൊണ്ട് ബാസ്മതി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ബുള്ളറ്റ് റൈസ്, ഞങ്ങൾ വീട്ടിൽ ചോറ് ഉണ്ടാക്കുന്ന റൈസ് എടുത്തിട്ടാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് തക്കാളി നന്നായിട്ട് ഇതാണ്, തക്കാളി നന്നായി ഇതായിട്ട് വന്നേട്ടാ. എന്തായിട്ട് വന്ന് പറയാം, മുറിഞ്ഞ് വന്നോ എന്താ പറയല്ലേ, ഇതായിട്ട് വന്നു. നമുക്കില്ലേ മല്ലിയിലയും പുതിനയും പേസ്റ്റാക്കി വെച്ചതിനിടാം. അതങ്ങനെ ഇട്ടാലേ, പേസ്റ്റാക്കാണ്ട് ഇട്ടാൽ കുട്ടികൾ കഴിക്കാറില്ല, അതങ്ങനെ ഉണ്ടാവില്ല. അതെല്ലാം എടുത്ത് സൈഡിൽ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടിട്ട് അവരെല്ലാം കഴിച്ചോളും. എന്തായാലും കഴിക്കണമല്ലോ ചോറ്, അത് മറ്റേ റൈസിലെല്ലാം മിക്സ് ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടിടുന്നത്. ഇതൊന്ന് നന്നായിട്ടെല്ലാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കമും കറിവേപ്പിലയും ഇടാം. ബിരിയാണിക്ക് കറിവേപ്പില ഇടാറില്ല, പക്ഷെ ഞാനിടും, പാവല്ലേ, അതിനെ മാത്രം എന്തിനാ സെപ്പറേറ്റ് വയ്ക്കുന്നു. അത് എടുത്തിടാം. നന്നായി കുറച്ച് ഇതാവട്ടെ, നന്നായി മുറിഞ്ഞിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് എന്തായാലും നന്നായി ഇതാവണം, അത് ബോയിലാവണം, എന്താവണം, എന്തോ ആവണം. ഇതായിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇതായിട്ട് വന്നിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് മസാല ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി,
മഞ്ഞപ്പൊടി നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇടാം. അളവ് മാത്രം എന്നോട് ചോദിക്കണ്ട, എങ്ങനെ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അളവ് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ചിക്കൻ എടുക്കും അത്ര ചിക്കൻ കറക്റ്റായിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. മഞ്ഞളിട്ടു. ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാം. ഇതെന്താ ഓപ്പൺ ഇല്ലേ? ചിക്കൻ മസാല ഇടാം. ഞാനൊരു 2 സ്പൂൺ ഇട്ടണേ, ടേബിൾ സ്പൂൺ അല്ലേ, 3 ടീസ്പൂൺ ഇട്ടു. ഞാൻ ചിക്കൻ മസാല ഇട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ച് ചില്ലി പൗഡർ ഇടാം. എരിവ് നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ അധികം എരിവ് ഇടാറില്ല, കുറച്ച് ഇടും. ഞാൻ 2 ടീസ്പൂൺ ഇട്ടണേ, അതിട്ടു. ഇനി കുറച്ച് ഗരം മസാല ഇടണം. ഗരം മസാല 1/4 ടീസ്പൂൺ മതി. ഇതൊന്ന് അരട്ടോളൂ, കുഴപ്പമില്ല. ഇതെന്താവുമെന്ന് അറിയില്ല ഗൈസ്, നോക്കട്ടെ. ബിരിയാണി ആയാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഇട്ട് കാണിച്ചു തരും. നോക്കട്ടെ, ഇത് കുറച്ച് നന്നായി ഒന്ന് ചൂടായിട്ട് മസാലേൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ കുറച്ച് പോകണം. പച്ച സ്മെല്ലുണ്ടാവുമല്ലോ, അതൊക്കെ പോയിട്ട് ഞങ്ങൾ ഇതിൽ തൈരിടാം. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. തൈരിട്ടു. തൈരിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തൈര് അതിലിങ്ങനെ കിടന്ന് നന്നായി മിക്സായിട്ട് ഞങ്ങൾക്ക് ഇതിലിപ്പോൾ ചിക്കൻ ഇടണം. ചിക്കൻ ഇടാത്ത മുമ്പ് വെള്ളം ഇടണമല്ലോ. വെള്ളമല്ല, ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടിട്ട് എന്നിട്ടാണ് വെള്ളം ഒഴിക്കുക. അത് കുറച്ച് നന്നായിട്ട് മസാലേൻ്റെ സ്മെല്ലൊക്കെ പോയേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ചിക്കൻ ഇടാം. ഒരേ ഒരു ലെഗ് പീസ് ഉണ്ട്, ഇതിന് അടി കൂടുമോയെന്ന് അറിയില്ല, അത് ഞാൻ തന്നെ കഴിക്കും. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കണേ. 1 മിനിറ്റ്. അപ്പോൾ നന്നായി മിക്സ് ആക്കണം ഗൈസ്. നന്നായി മസാല എല്ലാം ചിക്കനിൽ ഇങ്ങനെ പിടിച്ചിട്ടേ നന്നായി മിക്സ് ആക്കണം. ഇത് അരക്കില്ലല്ലേ, കൂടുതലുണ്ടോന്ന് ചിക്കൻ എന്താ. നന്നായി മിക്സ് ആക്കാം. ഇത് കുറച്ചങ്ങനെ ഇതാവട്ടെ. ഇനിയിപ്പോൾ റൈസ് ഇടണം, വെള്ളം ഒഴിക്കണം, കുറേ പണിയുണ്ട്. കുറച്ചങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ആയി ഗൈസ്. അപ്പോൾ നമുക്കിനി റൈസ് ഇടാം. ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് റൈസ്. നിങ്ങളാക്കുമ്പോൾ ബാസ്മതി റൈസ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ തട്ടി മുട്ടി ഒരു ഇതാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നോർമലായിട്ട് വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന റൈസാണ് യൂസാക്കിയത്. നിങ്ങൾ ബാസ്മതി ഇട്ടു. ഇന്ത്യൻ ഗേറ്റ് എന്തുണ്ടല്ലോ അത് നല്ല ഉണ്ടാവും, അപ്പോൾ അത് യൂസാക്കിക്കോളൂ. റൈസ് ഇട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതൊരു മിക്സിങ് ബിരിയാണി, തലശ്ശേരി ബിരിയാണി ഒന്നുമല്ല, മിക്സിങ് ബിരിയാണി. ഇത് റൈസിനെക്കാളും ചിക്കൻ ഉണ്ടോന്ന്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചിട്ട് നോക്കട്ടെ. നന്നായി മിക്സ് ആക്കിയിട്ട്, അയ്യോ ഉപ്പിട്ടിട്ടില്ല, അപ്പം നമുക്ക് കല്ലുപ്പാണ് ഇടുന്നത്. ഇവിടെ പൊടിയുപ്പ് യൂസാക്കാൻ പെടും. എത്ര വേണോ അത്ര നോക്കിയിട്ട് കല്ലുപ്പ് ഇട്ടാൽ മതിയേ.
കല്ലുപ്പ് പൊടിച്ച് വെച്ചിനൂടെ, അപ്പോൾ അതിടാം. അപ്പോൾ നിങ്ങളെ പാകത്തിന് ഇട്ടാൽ മതി. എല്ലാവരും ഒരേപോലെ ഉപ്പ് കഴിക്കാറില്ലല്ലോ. ഉപ്പില്ല. നന്നായി മിക്സാക്കി. ഇപ്പോൾ ഉപ്പ് എരിവെല്ലാം കറക്റ്റ് ഉണ്ടാവും നോക്കണേ. ഗൈസ് ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട്. നമുക്കൊരു ലൈം ഇടാം. ലെമൺ. അപ്പോൾ ലെമൺ ഇട്ടു. ഇനി ഞങ്ങൾക്ക് നന്നായി മിക്സാക്കി. നേരത്തെ മിക്സ് ചെയ്തു. ഇനി കൂടി മിക്സാക്കിയിട്ട് പിന്നെ ഒന്ന് നോക്കാം. ലൈം ഇട്ടതല്ലേ കറക്റ്റ് ഉണ്ടോ. എല്ലാം കറക്റ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ നമ്മളെ കുക്കർ ബിരിയാണി റെഡിയാവും. ഞാനിത് അടച്ചിട്ടേ പിന്നെ കാണിക്കാവേ. അങ്ങനെ വിസിൽ വന്നു ഗൈസ്. അപ്പോൾ ഞാൻ കുക്കർ ഓഫാക്കി. ഞങ്ങൾക്ക് നോക്കാം എല്ലാം റെഡി ആയിന്, എന്തായിന്, ബിരിയാണി ആയിനോ അല്ല ഇത് പായസമായിനോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ വിസിലെടുക്കുകയാണ്. ഈ ഇത് വേറെ റൈസ് ആയതുകൊണ്ട് വേഗം വെന്ത് പോകും. അപ്പോൾ കൈ പോയി. ഇതിന് ഇതൊക്കെ വേഗം ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം എന്തായിന് ബിരിയാണി. എൻ്റെ അമ്മായിയമ്മ നന്നായിട്ട് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ദം ബിരിയാണി ഞങ്ങളിനി അങ്ങോട്ട് വീട്ടിലേക്ക് പോയാലേ അമ്മയോട് ആക്കാൻ പറഞ്ഞിട്ട് ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കാം. സൂപ്പറായിട്ട് ആക്കും അമ്മ. എനിക്ക് പിന്നെ അതൊന്നും അറിയില്ല. എനിക്കറിയുന്ന പോലെ ഉണ്ടാക്കിന് നോക്കാം എന്തായാലും. പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്, അടിപൊളി സ്മെല്ലാണ് ഗൈസ്. അങ്ങനെ ബിരിയാണി റെഡിയായി. കുക്കർ ബിരിയാണി. പിന്നെ പച്ചടിയാ എന്താ പറയുക മലയാള തച്ചമ്പർ, അത് റെഡിയായി. തൈരും ഉള്ളിയും കുക്കുംബറും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ഇട്ട് പച്ചടി ഉണ്ടാക്കി. ബിരിയാണി റെഡിയായി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങട്ടെ. ബായ്.